ശരിക്കും പറയുകയാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായിട്ട് കാണാൻ കഴിയണം. കാരണം സ്ത്രീ ആയത് സ്ത്രീയുടെ കുഴപ്പമോ അല്ലെങ്കിൽ വലിയ അഭിമാനമോ അല്ല, പുരുഷനായതും അങ്ങനെ തന്നെയാണ്. നമ്മൾ പരസ്പര റെസ്പെക്റ്റാണ് വേണ്ടത്. ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അവരുടെ സഹോദരനോ ഭർത്താവിനോ അല്ലെങ്കിൽ അവരുടെ സുഹൃത്തിന് ഇതേപോലൊരു വ്യാജ പരാതി വരികയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യും. അല്ല, അങ്ങനെ ഞാൻ പറഞ്ഞ് കഴിയട്ടെ പ്ലീസ്. നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ ആരെ എതിർക്കാൻ വന്നിട്ടില്ല. അപ്പോൾ ഇവർ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് നോക്കേണ്ടത്. കാരണം പണ്ട് ഏതോ ഒരു കവി എഴുതി വെച്ചാണ്, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുള്ളൂ, പുരുഷൻ അല്ല. സ്ത്രീയാണ് ഏറ്റവും നല്ല വിൽ പവറും ജഡ്ജ്മെൻ്റ് എടുക്കാൻ വിൽ പവറുള്ള സ്ത്രീ തന്നെയാണ്. പുരുഷൻ എന്തുകൊണ്ട് അവർക്ക് അതേപോലെ ഇമോഷണൽ ഉണ്ട്. പക്ഷെ പുരുഷൻ്റെ ഈഗോ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ വെറും പെൺകോന്തനാക്കും. എങ്ങനെ എന്തൊരു വാച പ്രചരണം വെച്ചിട്ടുണ്ട്. അവരത് സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. അവർക്ക് ഇമോഷണൽ ഉണ്ട്. കാരണം ഇപ്പം തന്നെ സിനിമയിൽ തന്നെ നമുക്കറിയാം എത്ര പേർക്കാണ് നിരപരാധികളായ. ഇപ്പോൾ ഒരു ഫാഷനാണ്. കാരണം 4-5 പ്രാവശ്യം ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് പറഞ്ഞു നോക്ക്. ഇതിപ്പോൾ ഒരു ഫാഷനാണ്. ഇവർ രണ്ടുപേരും, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ മസാല ദോശയും കുർബാനയും ചൊല്ലാനല്ലല്ലോ, കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം അല്ലേ? അപ്പം ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതിനൊക്കെ പോയിട്ട് പിന്നെയും അവൻ്റെ കൂടെ പോയിട്ട് എന്നെ പീഡിപ്പിച്ച് രണ്ടുപേരും അതിൻ്റെ ആയിട്ടുള്ള സുഖവും സന്തോഷവും ഗിഫ്റ്റുകളെല്ലാം വാങ്ങിച്ചിട്ട് ഇപ്പം പറയാണ് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പയ്യൻ ഇപ്പം പ്രശസ്തനല്ലായിരിക്കും. അവന് ചിലപ്പോൾ നാളെ ഒരു ലവ് കാണും, ചിലപ്പോൾ അവൾ വിട്ടിട്ട് പോവും, അടുത്ത പ്രാവശ്യം അവനൊരു ലവ് കാണും, എന്തെങ്കിലും കാരണം കൊണ്ട് വിട്ടു. ഒരു 7-8 വർഷം കഴിയുമ്പോൾ അവൻ സൊസൈറ്റിയിൽ വലിയൊരു പ്രശസ്തനാവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 10-20 വർഷം കഴിഞ്ഞവർ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ കാണുന്നൊരു ഫാഷൻ. ന്യായം എവിടെയുണ്ട്? അന്തസ്സുള്ള ഒരു സ്ത്രീകളും അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്റ്റ് ഉള്ള സ്ത്രീകൾക്ക് ഇവിടെ നിയമം കിട്ടുന്നില്ല എന്നാണ് ഞാൻ കാണുന്നത്. ഈ പറയുന്ന സംഭവത്തിന് ഒരു പുരുഷ കമ്മീഷൻ പരിഹാരമാവൂ? വേണം, തീർച്ചയായും. കാരണം ഒരു നാണയത്തിന്റെ 2 വശമാണ്. സംസാരിച്ചതിൽ തന്നെ ഒരു ഇറക്റ്റീവ് ഡിസ്ഫങ്ഷനെ ഒരു അധിക്ഷേപ വാക്കായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അല്ല, അത് പരമ്പരാഗത ആയിട്ടുള്ള പുരുഷനെയാണ് ഇവർ പ്രതിനിധീകരിക്കുന്നത്. ഇവരുടെ പുരുഷ അങ്ങനെ അതുകൊണ്ടാണല്ലോ ഈ രീതി പ്രതിനിധീകരിക്കുന്ന പുരുഷൻ. പോസിറ്റീവ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് പറയുന്ന അനുച്ഛേദം അതിൻ്റെ ഉള്ളിൽ അന്തസത്ത എടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടാണ് ഇവിടെ വനിതാ കമ്മീഷനുകൾ രൂപീകൃതമാകുന്നത്. ഭരണഘടന അങ്ങനെ ഒരു പൊസിഷൻ പുരുഷന് നൽകുന്നില്ല. അബലനായ പുരുഷനും. പക്ഷേ അങ്ങനെ യൂത്ത് എന്നൊരു ക്ലാസിനെയും യൂത്ത് ഡിസഡ്വാൻറ്റേജ് ആയെന്നും ഇന്ത്യൻ ഭരണഘടന പറയുന്നില്ല. പക്ഷേ യൂത്ത് കമ്മീഷൻ ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്തുകൊണ്ട് പുരുഷൻ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.